പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ. സകലത്തിൻ്റെ ഉടയവനായ കർത്താവെ, ഞാൻ അങ്ങേ ആരാധിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. നിൻ്റെ കാരുണ്യം, നിൻ്റെ സ്നേഹവും അനുഭവിച്ചറിയുവാൻ എനിക്ക് തന്ന ഓരോ നിമിഷങ്ങളെ ഓർത്ത് ഞാൻ അങ്ങേ ആരാധിച്ച് സ്തുതിച്ച് മാത്രപ്പെട്ട് അങ്ങേക്ക് നന്ദി പറയും. പ്രിയമുള്ളവരെ, ഈ പുതിയ പ്രഭാതത്തിൽ നമ്മെ ഓരോരുത്തരെയും നസ്രത്തിലെ പട്ടണത്തിൽ ഗബ്രിയേൽ ദൂതൻ മറിയത്തിന് പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. അവൾ ജോസഫിന് വിവാഹം നിശ്ചയിച്ചിരുന്ന പെൺകുട്ടിയായി. പക്ഷേ ദൂതൻ കൃപ നിറഞ്ഞവളെ എന്ന് വിളിക്കുമ്പോൾ അവൾ അസ്വസ്ഥ ചിത്തയാണ്. ഈ അഭിവാദനത്തിൻ്റെ അർത്ഥമെന്തെന്ന് അവൾ ചിന്തിച്ചു. നീ ഭയപ്പെടേണ്ട, നീ ദൈവസന്നിധിയിൽ കൃപ കണ്ടെത്തിയിരും, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ യേശു എന്ന് പേരിടണം. അവൻ വലിയവനായിരിക്കും, അത്യുന്നതൻ്റെ പുത്രനെന്ന് വിളിക്കപ്പെടും. പിതാവായ ദാവീദിൻ്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും. യാക്കോബിൻ്റെ ഭവനത്തിൽ അവൻ എന്നേക്കും ഭരണം നടത്തും, അവൻ്റെ രാജ്യത്തിന് അവസാനമുണ്ടാകും. ഇതെങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ല. ഇടിയേറ്റതുപോലെ മറിയം നിൽക്കുന്നു. എന്നാൽ ദൈവത്തിൻ്റെ സ്വരം അവൾ തിരിച്ചറിയും. പരിശുദ്ധാത്മാവ് നിൻ്റെ മേൽ എഴുന്നള്ളും, അത്യുന്നതൻ്റെ ശക്തി നിൻ്റെ മേൽ ആവസിക്കും. ആകയാൽ ജനിക്കുന്ന ശിശു പരിശുദ്ധൻ, ദൈവപുത്രനെന്ന് വിളിക്കപ്പെടും എന്ന് പറയുമ്പോൾ, ഇതാ കർത്താവിൻ്റെ ദാസി, നിൻ്റെ വാക്കിനിൽ നിറവേറട്ടെ എന്ന സന്തോഷത്തോടുകൂടി അവൾ പറഞ്ഞു. എല്ലാ സഹനങ്ങളും ഏറ്റെടുക്കുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവത്തിൻ്റെ കൃപാവരത്തിൻ്റെ നിറവിൽ ജീവിക്കാൻ പരിശുദ്ധ കന്യാമറിയം ദൈവഹിതത്തിന് തൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്തു. ഈശോയെ, അങ്ങയുടെ ഹിതത്തിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നവരെ അങ്ങയുടെ ഹിതത്തിനായി വിട്ടുവരുന്നു. അങ്ങയുടെ തിരുവിഷ്ടി ഞങ്ങൾ നിറവേറുവാൻ, അങ്ങയുടെ കൃപകളാൽ ഞങ്ങൾ നിറഞ്ഞ് അങ്ങയുടെ സ്വന്തമായി തീരുവാൻ തക്കവിധം ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. നിൻ്റെ കൃപകളാൽ നിറഞ്ഞ് നിന്നെ മഹത്വപ്പെടുത്തുവാൻ ഈ ദിവസം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ നൽകി അനുഗ്രഹിക്കണം. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. നിത്യം പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ.